റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയിട്ട് നാളുകളേറെയായി. ഇതുവരെയും സമാധാനം പുലർന്നിട്ടില്ല. ഇരു രാജ്യങ്ങളും യുദ്ധത്തിൽ വലിയ നാശനഷ്ടങ്ങളാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ഇപ്പോൾ യുക്രൈൻ റഷ്യക്കെതിരെ ഡ്രോൺ ആക്രമണം നടത്തി എന്ന വാർത്ത പുറത്തു വരികയാണ്. ഡ്രോൺ ആക്രമണത്തിൽ റഷ്യയെ യുക്രൈൻ വിറപ്പിച്ചിരിക്കുകയാണ്. റഷ്യക്കെതിരെ യുക്രൈന്റെ ഡ്രോൺ ആക്രമണത്തിൽ 6 പേർക്ക് ദാരുണാന്ത്യം. യുദ്ധം ആരംഭിച്ച ശേഷം റഷ്യക്ക് നേരെ യുക്രൈൻ നടത്തുന്ന വലിയ ആക്രമണങ്ങളിൽ ഒന്നാണ് ഇത്. യുക്രൈന്റെ ആക്രമണത്തെ ശക്തമായി പ്രതിരോധിച്ചതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഏകദേശം 822 ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പറഞ്ഞു. റഷ്യയുടെ തെക്ക് പടിഞ്ഞാറൻ മേഖലയിലുള്ള 17ഓളം പ്രദേശങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു യുക്രൈന്റെ ആക്രമണം. റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലെ പ്രദേശങ്ങളായിരുന്നു യുക്രൈൻ പ്രധാനമായും ലക്ഷ്യമിട്ടത്. ഇവിടങ്ങളിൽ മാത്രം ഏകദേശം 187ഓളം ഡ്രോണുകൾ പതിച്ചുവെന്നും ഇതിനെ റഷ്യ പ്രതിരോധിച്ചതായും റീജിയണൽ ഗവർണർ അറിയിച്ചിട്ടുണ്ട്. മോസ്കോയിലെ പെഡോൾസ്കിയിലുള്ള പ്രശസ്തമായ ഓൺലൈൻ റീറ്റെയിൽ സ്ഥാപനമായ വൈൽഡ് ബെറീസിന്റെ ഗോഡൌണിൽ ഡ്രോൺ പതിച്ച് തീപിടുത്തമുണ്ടായി. പ്രദേശത്താകെ തീയും പുകയും പടരുന്ന സാഹചര്യമുണ്ടായി. മുൻപും വൈൽഡ് ബെറീസ് ലക്ഷ്യമിട്ട് യുക്രൈൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. യുദ്ധത്തിൽ റഷ്യയെ സഹായിക്കുന്നു എന്നാരോപിച്ചാണ് വൈൽഡ് ബെറീസിനെ യുക്രൈൻ ലക്ഷ്യമിടുന്നത്. അതിനിടെ യുക്രൈന് നേരെ റഷ്യയും ആക്രമണം നടത്തിയെന്ന റിപ്പോർട്ട് പുറത്തേക്ക് വരികയാണ്. പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയുടെ ജന്മനാടായ ക്രീവി റിഹിൽ അടക്കമായിരുന്നു റഷ്യ ആക്രമണം നടത്തിയത്. യുക്രൈനിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റിന് നേരെയും ആക്രമണം നടന്നു. ആക്രമണത്തിൽ വലിയ നാശനഷ്ടം സംഭവിച്ചതായി കമ്പനി അധികൃതരും അറിയിച്ചിട്ടുണ്ട്. പ്ലാന്റിന്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കേണ്ട സാഹചര്യമുണ്ടായി എന്നും അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു. റഷ്യ നടത്തിയ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെടുകയും 14 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. എന്നാൽ യുക്രൈൻ റഷ്യക്ക് നേരെ നടത്തിയ ആക്രമണം വലിയ ഞെട്ടലാണ് ഇപ്പോൾ റഷ്യക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. റഷ്യക്ക് മാത്രമല്ല, മറ്റ് ലോകരാജ്യങ്ങൾക്കും വലിയ ഞെട്ടലുണ്ടാക്കിയിരിക്കുന്നു. യുദ്ധം തുടങ്ങിയതിന് ശേഷം ഏറ്റവും വലിയ ഒരു ഡ്രോൺ ആക്രമണമാണ് യുക്രൈൻ ഇപ്പോൾ റഷ്യക്ക് നേരെ നടത്തിയിരിക്കുന്നത്.